Hello guys, good morning. So, welcome back to my YouTube channel guys, Go with Kailu. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ഫ്രഷ് കോണ്ടന്റ് ആണ് ഗൈസ്. ആൻഡ് ഐ ഇൻ മൈ ലൈഫ് അപ്പം ആക്ച്വലി ഐ ഹാവ് നോ ഐഡിയ ഹൗ ഷൂട്ട് മൈ ദിസ് വ്ളോഗ് ആസ് എ ലോങ് വീഡിയോ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോ ഐ സ്റ്റിൽ കൺഫ്യൂസ്ഡ് എങ്ങനെ ഇത്രയും മിനിറ്റ് ഞാൻ ലൈക്ക് കൊണ്ടുപോകുന്നു. സോ ലൈക്ക് ഞാൻ സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ലാഗാക്കാതെ പെട്ടെന്നുണ്ടാവും. അപ്പോൾ സോ അഗെയിൻ ഗുഡ് മോർണിംഗ്. വിത്ത് ബാക്ക് പെയിൻ എനിക്കാണെങ്കിൽ കൂടെ നിൽക്കാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം നടുവേദന ഉള്ളതുകൊണ്ട് ഭയങ്കര കുറുക്കാനുണ്ട്. അപ്പം സോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ കൂടുതൽ ലാഗ് ആക്കുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തതെല്ലാം മണ്ടന്മാരാണ്, ചെയ്യുന്നവർ മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. Guys, this is Sunday, so we have no gym today. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ലൈക്ക് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ജിമ്മിൽ പോകും രാവിലെ. സോ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് ഇന്ന് ജിമ്മില്ല. അപ്പോൾ സോ ഇന്നത്തെ എൻ്റെ റൊട്ടീൻ ഫസ്റ്റ് രാവിലെ കുറച്ച് സ്കിൻ കെയർ ആൻഡ് എൻ്റെ പെറ്റ്സിന് ഫുഡ് കൊടുക്കണം. സോ നമുക്ക് ലൈക്ക് കണ്ടിട്ട് ഓക്കെ. So I have a tablet to take. This is for hair fall. കുറച്ച് ഹെയർ ഫോൾ ഉണ്ട്, ഒരു മെഡിക്കേഷൻ ചെയ്യാം. It's 10 AM. ഞാൻ താമസിച്ച് എണീറ്റുകൊണ്ട് എൻ്റെ ജീവികളും ഇന്ന് താമസിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം സോ ലൈക്ക് ഞാൻ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ നേരത്തെ എണീക്കുമ്പോൾ ഞാൻ തിരിച്ചൊരു ജിമ്മിൽ ഒരു 8:30-9 മണിയാകുമ്പോൾ എത്തും. അപ്പോഴാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. യെസ്, ജൂലി ഈസ് ഹിയർ. ഫസ്റ്റ് നമുക്ക് ജൂലിയെ കാണാം. ആക്ച്വലി ജൂലിയുടെ ഫുഡ് നമ്മൾ വരുന്നത് ഉച്ചയ്ക്കാണ്. അവൾ ഉച്ചയ്ക്ക് മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. ഉച്ചയ്ക്കാണ് അവൾക്ക് ഫുഡ് കൊടുക്കാറ്. എല്ലാ നേരത്തെയും കൂടെ ഒരുമിച്ച് അങ്ങ് കൊടുക്കും. ഓക്കെ, ജൂലി ഇവിടെ ഉണ്ട്. അവളെ കൂട് വാഷ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ കെട്ടിയിട്ടിക്കാം. മൈ ബേബിയാണ് ബേബി. ബേബി എവിടെ? എൻ്റെ ബേബി, എൻ്റെ കുഞ്ഞ് ബേബി എവിടെ? എൻ്റെ ബേബി എവിടെ? അടുത്ത് നമ്മൾ കാറ്റ്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്നോ ഇവിടെ ഉണ്ട്. ഇസ് അപ്പുറത്തെ കൂട്ടിലാണ്. അപ്പം ലൈക്ക് നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം. ഈ കൂട്ടിലൊക്കെയാണ് കിടക്കുന്നത്. ചില സമയത്ത് ഇസ ഇവനെ ആക്രമിക്കാറുണ്ട്. സോ ലൈക്ക് ഫോർ ഇവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇവനെ വേറെ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ഇവനെ ഇപ്പുറത്തെ കൂട്ടിലും അവൾ അപ്പുറത്തെ കൂട്ടിലാണ് ഇട്ടേക്കുന്നത്. എപ്പോഴും പുറത്തിറങ്ങുന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് അവനിങ്ങനെ ചാടി നിൽക്കുന്നത്. അവന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവർ രണ്ടുപേരും ഇവിടെ തുറന്നു വിടാം. ഓക്കെ, ലൈക്ക് അവനെ കോതി റെഡിയാക്കി ശുണ്ട്രനായിട്ടുണ്ടല്ലോ. എൻ്റെ ശുണ്ട്രൻ എവിടെ? ശുണ്ട്ര ഹായ് കൊടുക്കലൊക്കെ ഹായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്ന് ഗുഡ് ബോയ്. ഓക്കെ, അവൻ പോയിട്ട് അവനെ ഇപ്പം ഇവിടെ തുറന്നു വിടാം. Guys, this is my cutie. ഹായ് പറ. ഇല്ല, അമ്മൂമ്മ ആൻഡ് മരിച്ചിനി. അമ്മ കോഴികളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അമ്മ ഹിന്ദിക്കാര് കല്യാണം കഴിയുണ്ടോ? ഇത് ഞാൻ പോട്ടെ. അമ്മ കോഴികളെ പറ്റിയുള്ള അഭിപ്രായം പറയണേ. കോഴികള് പട്ടി നാറി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ഇല്ല, അതിനെ കുറിച്ച് വേറെ വല്ലതും പറയണ. പൂച്ചയെ പറ്റിയുള്ള അഭിപ്രായം പറയണ. പൂച്ച നാറി പൂച്ച. ജൂലിയെ കുറിച്ചുള്ള അഭിപ്രായം പറയണ. അമ്മൂമ്മ ഇച്ചി വീഡിയോയിൽ വന്ന് ഫേമസ് ആയതിനു ശേഷം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്, ക്യാമറയിൽ വരെ. അതുകൊണ്ട് അമ്മൂമ്മ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്.
നീ ഈ വേണ്ടാതിനൊക്കെ ഈ ലോകരെ കാണിക്കണമെങ്കിൽ കൈലാസേ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയുന്നില്ല. സ്നോ മീനിനെ മോഷ്ടിക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇടാ വെള്ളം കുടിക്കാതെ അഴുക്ക വെള്ളം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് മീനേ ഉള്ളൂ എന്നാണ്. ഞാൻ കുറേ മീൻ കാണിച്ചു തരാം. ഞാൻ ആക്കുമ്പോൾ കുറേ മീൻ വരും. ഇവൻ ഇവ ഉള്ളിടത്തുനിന്ന് എല്ലാം വെള്ളം കുടിക്കുന്നു. ഹായ് ഗായ്സ്, ഇതാണ് എൻ്റെ വീട്ടിലെ 3 കോഴികളിൽ ഒരു കോഴി ഇതാണ്. ഓക്കെ, പിന്നെ പേരാണ് നാരായണി. ഈ കോഴിനാണ് ഞാൻ എപ്പോഴും കാണിക്കണം. ഈ കോഴിയാണ് എന്നെ എപ്പോഴും കൊത്തുന്നതും മാന്തുന്നതും കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇല്ല കൊത്തുന്ന മാന്തുന്നത് നിങ്ങൾ പാനിപ്പൂരിനെയാണ് കണ്ടിട്ടുള്ളത്. പാനിപ്പൂരി മരിച്ചു പോയതിന് ശേഷം നിങ്ങൾ ഈ കോഴിയാണ് എന്നെ എപ്പോഴും അന്ന് തന്നെ ഇവിടെയൊക്കെ ചാടി കൊത്തിയത് ഈ കോഴിയാണ്. ഓക്കെ ഗൈസ്, ബാക്കി കോഴിനെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എന്നെ കണ്ടോ കോഴികളെല്ലാം കൂടി ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കുകയാണ്. കോഴിയോടെ പിന്നെ അടുത്ത കോഴിനെ കാണിക്കാം. കോഴി എൻ്റെ കൂടെ നല്ല കമ്പനി ആയിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ദിവസം എടുക്കാത്തതുകൊണ്ട് ഇത് എന്നെ മറന്നുപോയി. ഞാൻ വീടെടുക്കാനായിട്ട് നാരായണി ഇതാ പിന്നെയും ഒന്ന് നിൽക്കുന്നു. അത് നാരായണിയാണോ നാരായണനാണോ നിൽക്കേണ്ടത്. ഈ കോഴിയൊക്കെ എൻ്റെ കൂടെ പണ്ട് നല്ല കമ്പനി ആയിരുന്നു, പക്ഷെ ഇപ്പൊ അതിനൊന്നും എന്നെ മറന്നുപോയി. ഹായ് പറ, ഹായ്. നാരായണി, നമുക്ക് കോഴിക്ക് ഫുഡ് കൊടുക്കാം ഗൈസ്. നമ്മൾ കോഴികളെ ചാടാൻ പഠിപ്പിക്കുകയാണ്. ഓക്കെ ഗൈസ്, കോഴിക്കിന് ഫുഡ് കൊടുക്കാം. ഇത്തിരി നേരം എന്തിനി വേണം, ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട് ഇവിടെ മൃദുല മരുരമരുകരോധമോഹരം താഴത്തെ അമ്പിളി മേലത്തെ കമ്പിളി. ഗായ്സ്, നമുക്കിനടുത്ത് നമ്മുടെ ഫിഷസിന് ഫുഡ് കൊടുക്കണം. നമുക്ക് ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു പോണ്ട് ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെയാണ് കൂടുതൽ മീനുകളുള്ളത്. ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാവരും വരുള്ളൂ. ഇവിടെ നമുക്ക് ഫുഡ് കൊടുക്കാം. അങ്ങനെ അമ്മ വന്നിട്ടുണ്ട്. ആരെന്നല്ല, അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഞാൻ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നെന്നുള്ളൊരു വീഡിയോ ആണ്. പലതും പറയാനുണ്ട്. എൻ്റെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടില്ല, എന്നാൽ മാത്രമേ പണ്ടൊക്കെ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. ഗൈസ്, ഇങ്ങനെയല്ല. ഇവിടെ ഓരോരുത്തരെ യൂട്യൂബ് കാണുമ്പോൾ എന്നോട് അമ്മ ചോദിക്കും എന്തോ അമ്മൂമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, അത് നിനക്കെന്ന് റവന്യൂ കിട്ടും. ഞാൻ പറഞ്ഞു അവരെ ബാക്കിയുള്ള വീട്ടുകാരെല്ലാം അവരോട് സഹകരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ നേരത്തെ അമ്മൂമ്മയെ കണ്ടല്ലോ തലയിൽ കൂടി തുണി ഇട്ടോടും. ഇങ്ങനത്തെ ഉള്ള സാധനത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ, എങ്ങനെ ഞാൻ ഇത് അടിക്കാൻ. ആകെപ്പാടെ 1500 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ഞാൻ വേണ്ടി ജീവിക്കുന്നത്. അയ്യോ, തരുന്ന വ്യക്തി വന്നു. അമ്മൂമ്മ ഇപ്പൊ ഓടും. തലയിൽ കൂടെ തുണിയിട്ട് ഇപ്പൊ ഓടും. ഇപ്പൊ ഓടണില്ലേ അമ്മൂമ്മ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. എന്നിട്ട് ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യാൻ പറയണം. ഇനാബിൾ ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണ് ഇങ്ങനെ ചാടിത്തുള്ളി നടന്ന് എൻ്റെ കാലിൽ ഒരു ആണി പൊത്തുകയറി. ഞാൻ TT എടുക്കാൻ പോകുന്നു. അമ്മയും കൂടെ വരാം TT എടുക്കാൻ? വരോ?
പറയാനാണ് സീരിയസ് ആയിട്ട് വരും. എനിക്ക് പോവാം. ഇതൊരു വല്ലാത്ത തള്ളയാണ് ഗൈസ്. ഇതെന്നെ പ്രസവിച്ചൊന്നും തന്നെ നടക്കുന്നത്. പക്ഷെ ഇതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. ഇതാണെങ്കിൽ എൻ്റെ അടുത്ത് ലൈക്ക് ഒന്നിനും വരില്ല ഗൈസ്. വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കും. നല്ലതും പറ. ഇതെന്തരേ ഇസ് മൈ മെയിൻ ഹോബി. This is my main hobby, guys. ഇന്നത്തെ കോണ്ടന്റിനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗൈസ് അങ്ങനെ അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് പോയി TT എടുക്കണം ഗൈസ്. അപ്പം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വേണം TT എടുക്കാൻ പോകാൻ. അപ്പം പോവാം. കാലിൽ ആണി കൊണ്ടു. പക്ഷെ ഏത് കാലിൽ ആണി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാൻ വേണ്ടി കുനിയാൻ വേണ്ടി എനിക്ക് കുറുക്ക് പതിനായിട്ട് കുനിയാനും പറ്റണില്ല. അമ്മ ഒന്നൊന്ന് നോക്കോ. എൻ്റെ ഏത് കാലിലെന്തോ ആണി കൊണ്ട്. ഈ ആണി കുത്തിയ കുത്ത് ആണി കുത്തി. Let's go. ഗൈസ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. നമുക്ക് TT എടുത്തിട്ട് വരാം. ഗൈസ് അങ്ങനെ ഞാൻ TT എടുത്തിട്ട് വീട്ടിൽ വന്ന് നല്ല പെയിനുണ്ട്. നല്ല വേദനയുണ്ട് ഗൈസ്. TT എടുത്തപ്പം നല്ല വേദനയുണ്ട്. അവർ പറഞ്ഞ് 2 ദിവസം നല്ല വേദന കാണും. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നീലപ്പനും കേശുപിള്ളയും വന്നിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? നീലപ്പൻ എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ആ ബെല്ലൈക്കനും കൂടി ഇനാബിൾ ചെയ്യണേ. എന്ത് ചെയ്യാൻ? ബോള് പോണ്. ഇവന്മാർ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല ഗൈസ്. നീലപ്പാ കളിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ബോളിനെ ഉരുട്ടി വിട്ടിട്ട് ഒരാൾ ഇവിടെ നിന്ന് അടിക്കുന്നു, അടുത്ത ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വിടുന്നു. അവരുടേതായ യൂണിവേഴ്സാണ്. എന്ത് കളിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുകയില്ല. ഞാൻ പോകുന്നു. നീലപ്പ ചാച്ച എവിടെ? ടാറ്റ പറ. ഈ ഫോണിൽ നോക്കി ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ പറഞ്ഞിട്ടോ നീലപ്പ? പോയി. ഗായ്സ് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഡാൻസ് ക്ലാസ് എൻ്റെ വീട്ടിൽ വെച്ചാൽ അവർ 3ാമത്തെ നിലയിലെ ഡാൻസ് ക്ലാസ്. അപ്പം നമുക്കിന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകാം. കച്ചവടോ? അപ്പൊ അവിടെ എന്താ ചെയ്യണേ? ചേനം കൂടെ കളിപ്പിക്കോ? എങ്ങനെയാ കാണിച്ചു കൊടുത്ത? എങ്ങനെയാണ്? അയ്യോ ശ്രേയ ഇത് മാർബിൾ കമ്പനിയിലെ പരിചയം.
ഗൈസ് അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ ഈവനിങ് ആയി ഇപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഞാൻ പക്ഷേ 3 നേരം ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുക്കാൻ മറന്നു. ഈ വ്ളോഗിൽ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. ആകപ്പാടെ ഞാൻ കഴിക്കുന്നത് കാണിച്ച് ഈ ചായ കുടിക്കുന്നത് മാത്രമാണ് ഗൈസ്. അല്ല വൈകുന്നേരം എല്ലാവരും കൂടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അമ്മയൊക്കെ അവിടെ നിന്ന് പറദൂഷണൊക്കെ മുട്ടി ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചേച്ചിയുടെ അവിടെ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ട് റോണിനെ കിൻഡർ വാങ്ങി കിട്ടുന്നതാണ്. എൻ്റെ ചാർജർ എന്തായാലും കയറിയിരിക്കും. അപ്പോൾ നമ്മൾ ചാർജറിൽ റോണിനെ ഫിക്സ് ചെയ്യണം. ഓക്കെ ഗൈസ്, കണ്ടോ റോൺ എൻ്റെ ചാർജറിൽ ഫിക്സ് ചെയ്യുന്നു ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ അവസാനിക്കുകയാണ്. ആക്ച്വലി എനിക്കിത് പ്രോപ്പറായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഞാൻ 3 നേരം ഫുഡ് കഴിക്കുന്നതും എടുക്കാൻ മറന്നുപോയി. ഞാൻ ഒരു തരത്തിലുള്ള സാധനങ്ങൾ തിന്നാൻ കുറേ എന്തൊക്കെ കഴിച്ചു, പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. കാരണം ഞാൻ മറന്നുപോയി. എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ ഒരു ബലമായ സംശയം, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഭയങ്കര ലൈക്ക് സ്റ്റാൻഡേർഡിലൊക്കെയാണ് തുടങ്ങിയെങ്കിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ നമ്മുടെ സ്ഥിര സ്വഭാവം കൂതറായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് ഇൻട്രോയും കൂതറായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേസ്. അപ്പം സോ ലൈക്ക് എല്ലാം ഇൻക്ലൂഡ് ആണോ എന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ടൈമിൽ എങ്ങോട്ട് വരില്ല, കുറച്ചേ കാണുള്ളൂ. അപ്പം എല്ലാവരും കുറച്ച് കാണുമെന്ന് തോന്നുന്നു കുറച്ച് ഇരുന്ന്. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിച്ചു. പക്ഷേ ഞാൻ ഇനി ഇതുപോലത്തുള്ള ലോങ് വീഡിയോസ് ഇതിൽ കൂടുതൽ കിട്ടും. കാരണം ലോങ് വീഡിയോ ഇട്ടിട്ടേ കാര്യമുള്ളൂ. ഷോർട്സ് ഇട്ടിട്ട് എപ്പോഴും ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം മണ്ടന്മാരും പൊട്ടന്മാരും ആയിരിക്കും. ഓക്കെ, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബുദ്ധിയുള്ളവരായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡേ ഇൻ മൈ ഇനി നിങ്ങൾക്ക് അടുത്ത ലോങ് വീഡിയോ എന്ത് വേണമെന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് എന്തായാലും തന്നെ ലൈക്ക് ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഓക്കെ, ലൈക്ക് കുറച്ച് പബ്ലിക് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ ദിസ് മൊത്തം തെറ്റുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓരോ ലോങ് വീഡിയോ ഇങ്ങനെ പറയും, എന്നിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ലോങ് വീഡിയോ ഇടുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.